ഹലോ, അപ്പോൾ ഇത് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞത് എന്നെ സ്കാനിങ്ങിന് കയറ്റി. അങ്ങനെ എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പുറത്ത് ചെന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് പറയാനായിട്ട് ഡോക്ടറിനെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അങ്ങനെ അകത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെയും കൂടി കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെയും കൂടി അകത്തേക്ക് കയറ്റി. അങ്ങനെ അത് കയറ്റിയതിന് ശേഷം അവരൊരു തറോ ചെക്കപ്പ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിലാർക്കെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടോ, അങ്ങനെ കുറച്ച്, അതായത് എൻ്റെ റിലേറ്റീവിൽ ആരെങ്കിലും ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളാണോ, ഓട്ടിസം ഉള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചു, ഹസ്ബൻഡിൻ്റെ റിലേഷനിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററുടെ മോന്, അതായത് ഹസ്ബൻഡിൻ്റെ കസിന് ഇതാണ്, ഓട്ടിസമാണ്. ആൾ ഇപ്പോൾ ഏകദേശം ഒരു 20-22 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും കുട്ടി. പക്ഷെ ഇപ്പോൾ ഓട്ടിസമാണ് ആൾക്ക്. അപ്പോൾ ശരിക്കും അത് എന്നെയായിട്ട് റിലേറ്റ് ആവണ ഒരു കാര്യമല്ല, ബട്ട് അത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ കിഡ്നിയിൽ വാട്ടർ ഡെപ്പോസിറ്റ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിൽ ഒരു കാൽക്കുലൈഡ് ഡെപ്പോസിറ്റും ഉണ്ട്. മിക്കതും ഇത് ഡൗൺ സിൻഡ്രോം ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ടൊരു ചെക്കപ്പ് നടത്താം. ഏകദേശം ഒരു 50,000 ഒക്കെ വരും റേറ്റ്. അത് നടത്തിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാൻ 1 month ആവും. അപ്പോൾ റിസൾട്ടിൽ നമുക്ക് നെഗറ്റീവാണ് റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അബോർട്ട് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അബോർട്ട് ചെയ്ത് കളയാമെന്ന് ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയണത്. ഞാനിങ്ങനെ ഷോക്കായി നിന്നു. എന്താ എനിക്ക് അങ്ങോട്ട് പറയണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. അതിങ്ങനെ ഞാൻ ഷോക്കായി നിന്നു. അതിൻ്റെ ഇടയിൽ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ, ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, ജനിച്ചു കഴിഞ്ഞാലും അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടറുടെ വായേന്ന് തന്നെ ഞാൻ കേട്ടു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര വിഷമിച്ചിട്ടാണ് ഞാൻ ആ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത്. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് പോയി വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ തന്നെ എൻ്റെ ഒപ്പം അടുത്തൊരു കുട്ടിയും കൂടി പുറത്തിറങ്ങി വന്നിട്ട് കരച്ചിലായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി കിട്ടിയ പോലെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് പോയിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ പറഞ്ഞത്, എനിക്ക് എന്താ ഡോക്ടർ റിപ്പോർട്ട് തന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയത് ആ ടൈമിലാണ്. അതെന്താണെന്ന് ഞാൻ അടുത്ത പാർട്ടിൽ പറയാവേ.